ശ്രീമതി പ്രിയങ്ക ഗാന്ധി ദീർഘകാലം ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു ഏകാധിപതിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൾ ഇന്ന് കേരളത്തിലെ വയനാട്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഏറെക്കുറെ വിജയപ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളവർ. കോൺഗ്രസ്സുകാരടക്കം ഇന്ത്യയിലെ ഭൂരിഭാഗം പേരും ഇവരെ പ്രിയങ്ക ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുമെങ്കിലും കുറേ ആളുകൾക്ക് ഇവരെ പ്രിയങ്ക വദ്രയെന്ന് വിളിക്കുവാനാണ് ഇഷ്ടം. കാരണം മഹാത്മാഗാന്ധിയുമായോ ഗാന്ധി കുടുംബവുമായോ ഒരു പുലബന്ധം പോലുമില്ലാത്ത പ്രിയങ്കയെ അവരുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വദ്രയുടെ പേര് കൂട്ടിച്ചേർത്ത് ആരെങ്കിലും അഭിസംബോധന ചെയ്താൽ അവരെ കുറ്റം പറയുവാനുമാവില്ല. ഇന്ദിരാഗാന്ധിയുടെ മുഖമാണ്, ഇന്ദിരാഗാന്ധിയുടെ മുടിയാണ്, ഇന്ദിരാഗാന്ധിയുടെ പല്ലാണ്, ഇന്ദിരാഗാന്ധിയുടെ ധൈര്യമാണ്. അതെ, പ്രിയങ്ക ഗാന്ധിയെ കണ്ടാൽ മൊത്തത്തിൽ ഇന്ദിരയാണ്. പ്രിയങ്കയെ അങ്ങനെ തന്നെ കാണുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഭൂരിഭാഗം കോൺഗ്രസ്സുകാരും. നരേന്ദ്രമോദിയുടെയും BJPയുടെയും പ്രഭാവത്താലും അതിപ്രസരത്താലും ഇന്ത്യയിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിനെ രക്ഷിക്കാൻ പ്രിയങ്കയെ ഭാവി ഇന്ദിരയായി കണ്ട പ്രിയങ്ക വരൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം വിളിച്ചവരുമുണ്ട്. എന്നാൽ ഓരോ തവണയും പ്രിയങ്കയോട് മത്സരിക്കുവാൻ പറഞ്ഞിട്ടും അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയായിരുന്നുവല്ലോ അവര്. സുരക്ഷിത മണ്ഡലമായി കോൺഗ്രസ് കരുതിപ്പോന്നിരുന്ന റായ്ബറേലിയോ അമേഠിയിലോ മത്സരിക്കുവാൻ കോൺഗ്രസ്സുകാർ പലകുറി ആവശ്യപ്പെട്ടിട്ടും അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയായിരുന്നു അവര്. തനിക്ക് സ്ഥാനമാനങ്ങളോട് താല്പര്യമില്ല എന്നും അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതെന്ന് പല പ്രാവശ്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രിയങ്ക. എന്നാൽ ഇതൊക്കെ പറഞ്ഞിരുന്ന പ്രിയങ്ക കോൺഗ്രസിൽ ഒരു പിൻസീറ്റ് ഡ്രൈവാണ് ചെയ്തിരുന്നതാനും. ഇതിൽ പ്രതിഷേധമുയർത്തിയ നിരവധി കോൺഗ്രസിലെ പല തലമുതിർന്ന നേതാക്കളും കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പുറത്തുപോയതും നാം കണ്ടതുമാണ്. അതുകൊണ്ടൊക്കെയാണ് സഹോദരനായിട്ടുള്ള രാഹുൽ ഗാന്ധി തങ്ങളുടെ സുരക്ഷിത മണ്ഡലങ്ങളിൽ മത്സരിച്ച് പരാജയപ്പെട്ടപ്പോഴും രാഹുലിനെ വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് എത്തിച്ച കേരളത്തിലെ വയനാട് പാർലമെന്റ് മണ്ഡലം രാഹുലിനെ കൊണ്ട് രാജിവെപ്പിച്ച് അവരെ മത്സരിപ്പിക്കുവാൻ പ്രിയങ്ക തയ്യാറായത്. സത്യത്തിൽ മത്സരിക്കുവാനോ മത്സരിച്ച് ജയിച്ച് MP ആകാനോ പ്രധാനമന്ത്രിയാകുവാനോ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. കന്നി മത്സരത്തിൽ തന്നെ മത്സരിച്ച് പരാജയപ്പെട്ടാൽ പിന്നെ തൻ്റെ ഭാവി രാഷ്ട്രീയം തന്നെ ഇല്ലാതെയായാലോ എന്ന ഒരു ഭയം കൊണ്ട് അങ്ങനെ തന്നെയാണ് അവർ ഇത്രയും നാൾ മത്സരിക്കാതെ മാറി നിന്നതും. അപ്പോഴാണ് സഹോദരൻ മത്സരിച്ച് വിജയിച്ച് കാണിച്ചു കൊടുത്ത അതും നരേന്ദ്രമോദിയോടും BJPയോടും ഏറെ വിദ്വേഷം പകർന്നു നിൽക്കുന്ന മുസ്ലിം സമുദായം കൂടുതലുള്ള വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത്. നവംബർ 23-ന് ഭാവി ഇന്ദിരയെ ആയിരിക്കും കോൺഗ്രസ് പ്രഖ്യാപിക്കുക. എന്നാൽ ആരായിരുന്നു ഇന്ദിരയെന്ന് അതുകൂടി നാം ഒന്ന് ഇപ്പോൾ ഈ തരുണത്തിൽ ഓർക്കേണ്ടതുമില്ലേ? സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരു കിരാതഭരണം നടമാടിയ കാലഘട്ടമായിരുന്നുവല്ലോ 1975 ജൂൺ മാസം 25-ാം തീയതി മുതൽ 1977 മാർച്ച് 21 വരെയുള്ള ആ 21 മാസക്കാലം. ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റായിരുന്ന ശ്രീ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു 1975 ജൂൺ 25-ന് അർദ്ധരാത്രിയിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്നും ഗാന്ധി കുടുംബത്തിന്റെ ഇഷ്ടമണ്ഡലമായ റായ്ബറേലിയിൽ 1971 തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജ്നാരായണൻ നൽകിയ ഒരു ഹർജിയിന്മേലാണല്ലോ ഇന്ത്യയെ ആകമാനം നിശബ്ദമാക്കിയ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചത്. അന്ന് റായ്ബറേലി പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന ക്രമക്കേടും ജനപ്രാതിനിധ്യ നിയമമായിട്ടുള്ള 1951 ലംഘനവും ആരോപിച്ചായിരുന്നു രാജ്നാരായണന്റെ ഹർജി. മാത്രമല്ല, ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചു എന്നും ഇതിനെല്ലാം ഇന്ദിര ഇതൊക്കെ ദുരുപയോഗം ചെയ്തുവെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അയോഗ്യയാക്കിയ അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെ ഇന്ദിര സുപ്രീം കോടതിയിൽ പോയെങ്കിലും മലയാളിയായിട്ടുള്ള ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ ബെഞ്ച് ഹൈക്കോടതി വിധിയെ ശരിവെക്കുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് നേരമൊന്ന് ഇരുട്ടി വെളുക്കും മുമ്പ് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ അന്ന് പ്രഖ്യാപിച്ചത്. ആ സമയത്ത് തന്നെ ബീഹാർ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നടത്തിയിരുന്ന ഇന്ത്യക്കെതിരെയുള്ള പ്രതിഷേധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടവും തൊഴിലില്ലായ്മയും അഴിമതിയും വിലക്കയറ്റവും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ അന്ന് തെരുവിൽ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. രാജ്യത്ത് ആഭ്യന്തര കലാപാവസ്ഥ നിലനിൽക്കുന്നുവെന്ന ഇന്ത്യ രാജ്യം സുരക്ഷാ ഭീഷണിയിലാണെന്നുമായിരുന്നു ഇന്ദിരയുടെ അന്നത്തെ വാദം. പിന്നീട് ഒരു ഭരണകൂട ഭീകരതയാണ് ഇന്ത്യ ഭരിച്ചത്. സകല അധികാരങ്ങളും ഇന്ദിരാഗാന്ധിയിൽ കേന്ദ്രീകൃതമായി. തിരഞ്ഞെടുപ്പുകളെല്ലാം റദ്ദാക്കപ്പെട്ടു.
മൗലിക അവകാശങ്ങളെല്ലാം അസാധുവാകുകയും പത്രങ്ങൾക്കെല്ലാം സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും ചെയ്തു. പലരെയും പോലീസ് വളരെ ക്രൂരമായി വേട്ടയാടുകയുണ്ടായി. രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ ജയിലിലുമാക്കി. നമ്മുടെ കേരളത്തിലും നിരവധി സ്ത്രീകളെയും വിദ്യാർത്ഥി നേതാക്കളെയും രാഷ്ട്രീയ പ്രവർത്തകരെയുമാണ് ഇന്ദിരയുടെ പോലീസ് വളരെ ക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കിയതും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയതും. എന്നിട്ടോ ഒടുവിൽ സഹികെട്ട ഇന്ദിര 1977 ജനുവരി 18 ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വളരെ ദയനീയമായി പരാജയപ്പെടുകയും ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺഗ്രസ് ഇതര ഗവൺമെന്റ് ശ്രീ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തു. അത്തരത്തിൽ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജനദ്രോഹപരമായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള നടപടികളിലൂടെ ജനങ്ങളെ അടക്കി വാണിരുന്ന ജനാധിപത്യം കശാപ്പ് ചെയ്ത ഒരു ഭരണാധികാരിയായിരുന്ന ഇന്ദിരാഗാന്ധി, ആ ഇന്ദിരയുടെ പിൻതലമുറക്കാർ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ തലമുറയിൽപ്പെട്ട പ്രിയങ്കയെ ഭാവി ഇന്ദിരയായി കാണുമ്പോൾ തീർച്ചയായും ഈ രാജ്യത്തിലെ ജനങ്ങൾ ഭയക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴും ഇന്ത്യയിൽ നടമാടിയിരുന്ന ഈ കിരാത ആ ഭരണ സമയത്ത് അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിലും പോളിംഗ് ബൂത്തിലെത്തിയ മുഴുവൻ ജനങ്ങളും ഇന്ദിരയ്ക്കെതിരായി വിധി എഴുതിയപ്പോഴും ആ കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത ഒരേ ഒരു ജനത ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിൽ മാത്രമാണ് അന്ന് കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതേ ഒരു സന്ദർഭം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോഴും ഉണ്ടാകുന്നത്. മറ്റിടങ്ങളിലെല്ലാം ഈ കോൺഗ്രസിനെയും വ്യാജ ഗാന്ധി കുടുംബത്തെയും തിരസ്കരിക്കുമ്പോൾ സാക്ഷരതയിൽ പ്രബുദ്ധരായിട്ടുള്ള മലയാളികളായിട്ടുള്ള നാം ഇവിടെ ഇപ്പോഴും ആ പണ്ടത്തെ ഇന്ദിരയുടെ കിരാതഭരണത്തെ ഓർമ്മപ്പെടുത്തുന്ന കാലഘട്ടത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.